ഹലോ നമസ്കാരം, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ക്രിസ്മസ് എക്സാം ആരംഭിച്ചിരിക്കുന്നു. ആദ്യത്തെ പരീക്ഷ SSLC വിദ്യാർത്ഥികൾക്ക് ആദ്യത്തെ പരീക്ഷ മാത്സ് ആയിരുന്നു. മാത്സ് എക്സാം അവസാനിച്ച് നിങ്ങളൊക്കെ വീട്ടിലെത്തിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മാത്സ് എക്സാം? എന്താണ് വിദ്യാർത്ഥികളുടെ പ്രതികരണം? ഇതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വീഡിയോ കിടക്കുന്നതിന് മുന്നേ നിങ്ങളൊരു SSLC വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കാരണം ഇനി അങ്ങോട്ട് SSLC പരീക്ഷാകാലം വരെ എല്ലാവിധ സപ്പോർട്ടുമായിട്ട് ഒരുപാട് യൂസ്ഫുള്ളായ വീഡിയോകളുമായിട്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും. സോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇന്ന് മാത്സ് പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ് ലഭിക്കുന്നത്. ഒരു എന്താ പറയുക, കുഴപ്പമില്ലാത്ത ഒരു പരീക്ഷ, വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാൽ നല്ല എളുപ്പമൊന്നും പറയാൻ കഴിയില്ല. ആ രീതിയിലുള്ളൊരു പരീക്ഷയായിരുന്നു. ഭേദപ്പെട്ട രീതിയിൽ പരീക്ഷ എഴുതാൻ കഴിഞ്ഞു എന്നാണ് ഒരുപാട് കുട്ടികൾ പറയുന്നത്. എന്നാൽ ചില കുട്ടികൾ ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ അങ്ങോട്ട് എഴുതാൻ കഴിഞ്ഞിട്ടില്ല എന്നും പറയുന്നുണ്ട്. സോ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മിക്സഡ് റെസ്പോൺസാണ്. ഭയങ്കര എളുപ്പമുള്ളൊരു പരീക്ഷ എന്നൊരിക്കലും പറയാൻ കഴിയില്ല, എന്നാൽ വളരെ ബുദ്ധിമുട്ട് എന്നും പറയാൻ കഴിയില്ല. രണ്ടിനും ഇടയിൽ നിൽക്കുന്ന കുറച്ച് ചോദ്യങ്ങളൊക്കെ ഒന്ന് ചുറ്റിക്കുന്ന രീതിയിലുണ്ടായിരുന്നു. എന്നാൽ കൂടുതൽ ചോദ്യങ്ങൾ നന്നായി എഴുതാനും പറ്റി എന്ന രീതിയിൽ കുട്ടികൾ പറയുന്നുണ്ട്. സോ ഇന്നത്തെ മാത്സ് പരീക്ഷയെ ബന്ധപ്പെട്ട് കുട്ടികളുടെ ഭാഗത്ത് വരുന്ന പ്രതികരണം ഒരു മിക്സഡ് റെസ്പോൺസാണ്. എനിക്ക് തോന്നുന്നു മാത്സ് പരീക്ഷയുടെ ഒരു പ്രത്യേകത, മാത്സ് എന്ന സബ്ജക്റ്റിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടായിരിക്കാം. കാരണം മാത്സ് എന്ന് പറയുന്നത് ഒരുപാട് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ അത്ര എളുപ്പമായാൽ മാത്രമേ മാത്സ് പരീക്ഷ എളുപ്പമായെന്നൊക്കെ എല്ലാ കുട്ടികൾക്കും പറയാൻ സാധിക്കൂ. ഈ ഒരു അവസരത്തിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരം പ്രകാരം കുഴപ്പമില്ലാത്ത ഒരു പരീക്ഷ, ഭേദപ്പെട്ട രീതിയിലൊക്കെ എഴുതാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന പ്രതികരണം. എന്നാൽ മാത്സ് വീക്കായിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ പരീക്ഷയും ഒരു വലികേറാമല അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുള്ള സംഗതി തന്നെയായിരുന്നു. നോക്കാം ഇനിയുള്ള പരീക്ഷകളിൽ എങ്ങനെയായിരിക്കും വരുന്നത് എന്നുള്ളത്. ഇന്നത്തെ വെച്ച് ഇതേപോലെ ആയിരിക്കണം അടുത്ത പരീക്ഷ, നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. സോ ഇന്നത്തെ മാത്സ് പരീക്ഷയെക്കുറിച്ചിട്ടുള്ള വിദ്യാർത്ഥി പ്രതികരണം എങ്ങനെയാണ്? ഇനി ഇന്നത്തെ പരീക്ഷയുടെ ആൻസർ കീ, മാത്സ് പരീക്ഷ ആൻസർ കീയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറിയാൽ നിങ്ങൾക്ക് ആൻസർ കീ കിട്ടും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പ്രത്യേകിച്ച് SSLC വിദ്യാർത്ഥികൾ. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.